നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പോവാ യാമിനി. ഹോസ്പിറ്റലിൽ കയറിയിട്ട് വേണം വീട്ടിൽ പോവാൻ. ശരി, എന്നാ നാളെ കാണാം. അപ്പൊ നാളെയും കമ്പൈൻ സ്റ്റഡി ഉണ്ടല്ലേ? ആ ഉണ്ട്. ശരി ശരി. നിന്റെ കൃഷ്ണ കൂട്ടു നിൽക്കുന്ന എനിക്ക് ലൂസ് മോഷൻ ആണല്ലേ? അന്തസ്സുള്ള എത്രയോ രോഗങ്ങൾ ഈ ലോകത്തുണ്ട്, എന്നിട്ടും എന്നോട് ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട. എനിക്ക് ലൂസ് മോഷൻ ആണെന്ന് നീ നിഖിലേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു. അയ്യോ, ഞാൻ ലൂസ് മോഷൻ എന്നല്ല പറഞ്ഞത്. നീ ഒരു ലൂസ് പെണ്ണാണെന്നാ പറഞ്ഞത്. ആണോ? അതേ മോളെ. പക്ഷെ വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുമെന്ന് നിഖിലേട്ടൻ പറഞ്ഞല്ലോ. നിഖിലേട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ഞാനും ആലോചിച്ചു. ചിലപ്പോ ലൂസ് പെണ്ണാണെന്ന് പറഞ്ഞപ്പോ നിഖിലേട്ടൻ ലൂസ് മോഷൻ ആണെന്ന് തെറ്റിദ്ധരിച്ചു കാണോ എന്തോ. അയ്യോ, ഞാൻ എന്നെ നിഖിലേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്തായാലും വന്നത് വന്നു. ഇനി കുറച്ചു ദിവസത്തേക്ക് നീ നിഖിലേട്ടന്റെ മുന്നിൽ ചെന്ന് പെടണ്ട, അതാ നല്ലത്. നാണക്കേടായിപ്പോയി. നിഖിലേട്ടൻ എന്ത് കരുതൽ ഇവക്കെന്താ? ഇത് നിഖിലേട്ടൻ പറഞ്ഞതുപോലെ ഒരു വൺ വേ പ്രേമം തന്നെയാണോ? ഞാൻ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ വാ, നമുക്ക് പോവാം. അതെ, ഇതിന് തീരെ ടേസ്റ്റ് ഇല്ല. അയ്യോ, ഇതെല്ലാം ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. അതാണ് പ്രശ്നം. അതെന്താ, ഞാൻ ഉണ്ടാക്കിയതൊന്നും കൊള്ളില്ല എന്നാണോ പറയുന്നത്? അതല്ല, പിന്നെ നീ ഉണ്ടാക്കുന്നൊക്കെ നിന്നെ പോലെ തന്നെ സൂപ്പറാ. പക്ഷേ എരിവ് കൂടുതലാ, നിന്നെ പോലെ തന്നെ. അയ്യോ, അതുകൊണ്ടാണോ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞത്? നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടണമെങ്കിൽ നിന്റെ കൈ കൊണ്ട് തന്നെ വാരി തരണം. അതായിരുന്നു കള്ളൻ സാറിന്റെ ഉദ്ദേശം. അതങ്ങ് പറഞ്ഞ പോരെ, ഇത്രയും ബിൽഡപ്പ് വേണോ? ദാറ്റ്സ് മൈ സ്റ്റൈൽ. ആഹാ, അടിപൊളി. എന്താ സർ, എന്ത് പണിയെ കാണിച്ചേ? ഇനി സ്പൂണിൽ കഴിച്ചാ മതി. എന്നാ എനിക്ക് വേണ്ട. ഓ, അടുത്ത ബിൽഡപ്പ് തുടങ്ങാണോ? ഇതൊക്കെ കുറച്ച് ഓവറാണ്. വലത് കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ, കൈ മുക്കി തുടച്ചൂടെ? അതിനൊരു റൊമാൻസ് ഇല്ല, ഇതാ നല്ലത്. റൊമാൻസ്? ആഹാരം കഴിക്കണേലും എന്റെ സഹായം വേണം. റൊമാൻസിന് നീ സഹായിച്ചാ മതി. പോടാ. ഞാൻ സെറ്റിൽ കിടന്നോളാം. അത് വേണ്ട, നീ ഇവിടെ കിടക്ക്. സാറിന് വയ്യാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കുന്നതാ നല്ലത്. അല്ലെങ്കിലേ സ്വസ്ഥായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല, എനിക്ക് വളരെ കുറച്ച് സ്ഥലം മതി, ബാക്കി മുഴുവൻ നീ എടുത്തു. വേണ്ട സർ, നമ്മൾ വെറുതെ സംസാരിച്ച സമയം കളയണ്ട. സാർ ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഒന്നുകൂടൊന്ന് ആലോചിച്ചൂടെ? കിടന്നുറങ്ങട തെമ്മാടി. എങ്കി ലൈറ്റ് ഓഫ് ആക്കണ്ട, എനിക്ക് നിന്നെ കാണണം. ശരി.
എഴുന്നേക്കണം, ബ്രഷ് ചെയ്യണ്ടേ? ആ ഞാനെങ്ങനെ ബ്രഷ് ചെയ്യാനാ? കൈക്ക് ബലമില്ലല്ലോ. വലത്തെ കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്താ? ആ വലത്തെ കൈ കൊണ്ട് നിന്നെ കെട്ടിപ്പിടിച്ച് വേണം വാഷ് ബേസിനടുത്ത് നിൽക്കാൻ. അപ്പൊ പിന്നെ അതേ കൈ കൊണ്ടെങ്ങനെ ഞാൻ ബ്രഷ് ചെയ്യും? അത് ശരിയാണല്ലോ. ആ ഒരു കാര്യം ചെയ്യാം, സാർ ഇവിടെ ഇരുന്ന് ബ്രഷ് ചെയ്താൽ മതി. കപ്പും ബ്രഷും ഞാൻ ഇങ്ങോട്ടെടുക്കാം. അത് വേണ്ട. കപ്പിൽ തുപ്പാനൊക്കെ എനിക്ക് ചമ്മല. എന്ത് ചമ്മല്? നമ്മളെ രണ്ടുപേരല്ലേ അറിയുള്ളൂ. അത് വേണ്ട. ഞാൻ വാഷ് ബേസിനടുത്ത് നിന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാം. നീ തന്നെ എന്നെ ബ്രഷ് ചെയ്യിപ്പിച്ചാൽ മതി. അത് നല്ല ഐഡിയ. അപ്പൊ എഴുന്നേക്ക് സർ. അല്ലെങ്കിൽ വേണ്ട. താൻ കപ്പും വെള്ളം ഇങ്ങോട്ട് കൊണ്ടോ. ഇവിടെ ഇരുന്ന് എന്നെ ബ്രഷ് ചെയ്യാം. അത് തന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എന്നാര് പറഞ്ഞു? മുറ്റത്തെ മുല്ലയ്ക്ക് മാത്രമേ മണമുള്ളൂ. രാവിലെ തന്നെ പഞ്ചാര വർത്തമാനം പറഞ്ഞ് ഷുഗർ കൂട്ടണ്ട. എന്താ വരുന്നു? വാ തുറക്ക്. ഇങ്ങനെയാണോ പല്ല് തേക്കാൻ വാ തുറക്കുന്നത്? അയ്യേ, അങ്ങോട്ട് മാറ്. അരികിൽ നീ വന്നു തോഴാ, അരികിൽ നീ വന്നു തോഴാ, അരികിൽ നീ വന്നു തോഴാ, അരികിൽ വന്നു, അരികിൽ നീ വന്നു തോഴാ, അരികിൽ നീ വന്നു തോഴാ, അരികിൽ നീ വന്നു തോഴാ, അരികിൽ വന്നു. എനിക്ക് അകത്തേക്ക് വരാമോ? പിന്നെന്താ, അമ്മയ്ക്ക് ഈ റൂമിൽ കയറാൻ എന്തിനാ അനുവാദം? ആക്സിഡന്റ് നടന്നപ്പോ ഒരുപാട് ടെൻഷൻ അടിച്ചു. പക്ഷെ അതിന്റെ ഇരട്ടി സന്തോഷം ഇപ്പൊ നിങ്ങളുടെ ഒത്തൊരുമ കാണുമ്പോഴുണ്ട്. ആറുവിന് സന്തോഷം. എനിക്ക് അവളോട് വഴക്കിടാൻ പറ്റാത്ത എന്റെ വിഷമം. അതൊന്നും സാരമില്ല. നീ അവളോട് വഴക്കിട്ടോ, അതൊരു രസല്ലേ? ആറുവിന് അങ്ങനെ പറയാം. എന്റെ ബോഡി വളരെ വീക്കാ. എനിക്കിട്ട് ഇവള് 2 തന്നാ കൊള്ളുക നിവൃത്തിയുള്ളൂ. അന്തഭയം ഒരുക്കണം. ചായ കുടിക്കാം. സാറേ, ചൂടാറും മുമ്പ് ചായ കുടിക്കേ. ഞാൻ സാറിന് ദേഹം തുടയ്ക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊണ്ടുവരാം. ഇവിടുത്തെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. ആ മോളെ, ഞങ്ങളുടെ റൂമിലെ ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. നീ അവിടുന്ന് വെള്ളം എടുത്തോ. ആ അങ്ങനെ തന്നെയാ പ്ലാൻ. എല്ലാം കൊണ്ടും നിധി ഈ കുടുംബത്തില് സന്തോഷ സമാധാനം കൊണ്ടുവന്നു. പക്ഷെ വസുവിന് മാത്രം അവളോട് വിരോധ. അമ്മയ്ക്ക് ആദ്യം മുതൽ തന്നെ അവളോട് ദേഷ്യമായിരുന്നു. കല്യാണത്തിന് മുമ്പ് പല പ്രാവശ്യം അമ്മയും നിധിയും തമ്മിൽ ഏറ്റുമുട്ടിയായിരുന്നല്ലോ. അപ്പോഴൊക്കെ ജയിച്ചത് നിധിയാ. അതാണ് അമ്മയുടെ ദേഷ്യത്തിന്റെ കാരണം. ആ ദേഷ്യം നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ വസുവിന്റെ പ്രധാന പ്രശ്നം നിധി ഉണ്ടാക്കിയ തെറ്റിദ്ധാരണയാ. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ മിഥുന്റെ തനിനിറ ഞാൻ പുറത്തു കൊണ്ടുവരും. അത് ഞാൻ നിധിക്ക് കൊടുത്ത വാക്കാ. അവന്റെ മുഖംമൂടി പിച്ച് ചീന്തിയാ തന്നെ വസുവിന്റെ പകുതി പ്രശ്നങ്ങൾ തീരും. പ്രശ്നങ്ങൾ മാറണമെങ്കിൽ മിഥുന്റെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണം. എവിടെയോ ഒരു ശത്രുവിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അയാളല്ലെങ്കിൽ അവൾ എന്റെ ജീവിതം തകർക്കാനും ഈ കുടുംബം നശിപ്പിക്കാനോ ശ്രമിക്കുന്നത്. ആരായിരിക്കും അത്? കണ്ടുപിടിക്കണം പാറു. ഏത് ഭൂതകാലത്തു നിന്നാണ് ആ ശത്രുവിന്റെ വരവെന്ന് കണ്ടുപിടിക്കണം. ശത്രു പ്രയോഗിക്കുന്ന ആയുധം മാത്രമാണ് മിഥുൻ. ഇനിയും ആയുധങ്ങൾ അയാൾ കരുതിയിട്ടുണ്ടാവും.